ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ അതാ എൻ്റെ പുതിയ ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ സിമ്പിൾ ഷോപ്പ് കേട്ടോ. സിമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അലങ്കാരങ്ങളോ അലങ്കോലങ്ങളോ ഒന്നുമില്ല, ആരവങ്ങളൊന്നുമില്ലാതെ ജസ്റ്റ് ഞാനും ഉമ്മയും മാത്രം വന്ന് ഒന്ന് കയറിയിരുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. വേറെ പരിപാടിയൊന്നും. പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ബലൂണൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്തത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ മുന്നേ ചെയ്തിരുന്ന ഷോപ്പ് ഉണ്ടല്ലോ, വർക്ക് തുടങ്ങിയിരുന്നില്ല, അതിന്മേൽ എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ ഇവിടെ തുടങ്ങി ഓപ്പൺ ആയ സമയത്ത് തന്നെ എനിക്ക് ഫസ്റ്റായിട്ട് കൈനീട്ടം കിട്ടിയത് ഒരു ബ്ലൗസ് തയ്ക്കാനാണ് കേട്ടോ. അവർ വാങ്ങി വരികയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചേച്ചി സംസാരത്തിന് വന്നിട്ടാ. അപ്പോൾ ഇതാട്ടോ സാരിയും ബ്ലൗസും അവർ വാങ്ങിക്കാണ്ട് നേരെ എൻ്റെ ഷോപ്പിലേക്കാണ് വന്നത്. ഇതാണ് എൻ്റെ ഫസ്റ്റ് കൈനീട്ടാട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ അന്ന് ഫസ്റ്റ് ദിവസമല്ലേ, ഇപ്പോൾ ഷോപ്പിൽ പ്രത്യേകിച്ച് വർക്കൊന്നും ഞാൻ ചെയ്യണില്ല, കാരണം മെഷീനും ടേബിളൊക്കെ ഒന്ന് സെറ്റ് ആവണുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ കണ്ട പ്ലെയിനായിട്ട് കിടക്കണം. അപ്പോൾ എന്തെങ്കിലും ചിത്രം വരയ്ക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറച്ചൊക്കെ പെയിൻറ്റിങ് അറിയാം. പിന്നെ അത് കണ്ട ബസ് അതിനതാ ഞാൻ നമ്മളുടെ സ്വിച്ച് ബോർഡിൻ്റെ അവിടെയാണ് ഞാൻ ഈ ചിത്രം വരയ്ക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ഔട്ട്ലൈൻ വരച്ചിട്ടാണ്. പിന്നെ എനിക്ക് ഫുള്ളായിട്ടുള്ള വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം എൻ്റെ ഫോൺ അതിൻ്റെ ഇടയിൽ ഇത്തിരി പണി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ഫോണിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ കുറേശ്ശെയാണ് ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ വീഡിയോസ് എടുത്ത് തരാനും എനിക്ക് ആരുമില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഫൈനലി ഇതാണ് ഞാൻ വരച്ച ചിത്രം. ഞാൻ ഈ യൂട്യൂബിൽ നിന്നാണ് എനിക്ക് ഈ ചിത്രം കിട്ടിയത്. അപ്പോൾ അങ്ങനെയാണ് വരച്ചത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് നാറമ്പെന്ന് നമ്മളുടെ സ്ഥിരം കസ്റ്റമറൊക്കെ തന്നെയാണ്. അപ്പോൾ അവർ ഇപ്പോൾ ഇവിടെ ഷോപ്പ് എന്ന് പറഞ്ഞപ്പോൾ മറ്റേത് വീട്ടിലേക്കാണ് കൊണ്ടുവന്ന് തന്നിരുന്നത് കേട്ടോ. അപ്പോൾ നാറമ്പെന്ന് വന്നാണ് കേട്ടോ. ഡ്രസ് കോഡാണ് അവർക്കൊരു ഒരാഴ്ചക്കത്തെ സമയമുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഡ്രസ് കോഡ് തയ്ക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ദിവസത്തെ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ.